Good morning, ma'am. 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 Good morning, Morning, ma'am. madam. എന്നോടൊക്കെ എല്ലാം ഗുഡ് മോർണിംഗ് തുടങ്ങിയോ? Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എല്ലാവരും ready അല്ലേ? Yes, ma'am. Ready? Good morning, ma'am. Good morning. Good morning. ഇന്ന് ടീച്ചർ ഇല്ല, സൈക്കോളജി ടീച്ചറിനെ ലീവാണ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ആരാണ് ഇന്ന് പ്രെയർ റെഡി ആയിക്കണേ? പ്രെയർ ആരാ? അഞ്ചു. ഓക്കെ അഞ്ചു, നമ്മൾ വൈകി, ഓൾറെഡി ടൈം ഇത്തിരി വൈകി. Good morning, ma'am. They shall be showers of blessing. This is the promise of love. They shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing beneath. Mercy drops around us falling, but for the showers we played. Mercy drops around us falling, but from the showers we played. ഓക്കെ, Thank you, ma'am. ടോക്ക് ഓഫ് ദ ഡേ ആരാ? Shibila Shereen. ആ, Sign me. My name is Shibila Shereen. I am coming from Irungoyi. Quote of the day. The roots of education are bitter, but the fruit is sweet. Aristotle. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. തോട്ട് ഓഫ് ദ ഡേ ഒന്നുകൂടി പറഞ്ഞേ, വൺസ് മോർ. പറഞ്ഞതാരാ? പറഞ്ഞ ആള് ഇൻവെൻഷൻ ചെയ്തില്ലല്ല. പറഞ്ഞ ആള് ആരാ? പറഞ്ഞിരുന്ന പേരൊന്നും പറഞ്ഞില്ല. Signing. My name is Shibila Shereen. I am coming from Irungoyi. Quote of the day. The roots of education are bitter, but this fruit is sweet. Aristotle. ഓക്കെ, നമ്മൾ ഇനി ക്ലാസ് തുടങ്ങുന്നത് ഓരോ സെന്റൻസിലും ഓരോ വേർഡ് ഇങ്ങനെ പറയില്ല. എല്ലാ ഒരു സെന്റൻസ് വായിച്ച് അതിന്റെ ഒരു അർത്ഥം പറയുള്ളൂ. നമ്മുടെ തീരണില്ല നമ്മളിങ്ങനെ പറഞ്ഞിരുന്നിട്ട്. ഓക്കെ, നമ്മള് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മളൊരു 10 മിനിറ്റ് തരും. നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ, ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരാഗ്രാഫോ വായിച്ച് അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ മൊത്തം ഇങ്ങനെ, നിങ്ങൾ കുട്ടികളല്ല, നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സിന് പഠിക്കണ സ്റ്റുഡന്റ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ഓരോന്നും നമ്മൾ ഓരോ അർത്ഥം പറഞ്ഞ് അതിന്റെ കറക്റ്റ് ഇങ്ങനെ മീനിങ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോണത് ഒരു കുപ്പിയിൽ പാല് വെച്ച് നിങ്ങളുടെ വായിലോട്ട് ഒഴിച്ച് തന്നെ പോലെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ മോണ്ടിസോറി എന്ന് വെച്ചത് ഞങ്ങൾ വെറുതെ ലീഡ് ചെയ്ത് നിന്നാ മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണ് ഇതിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളാണ് അത് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ടീച്ചറിന് പഠിക്കണതല്ലേ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട, കാര്യങ്ങൾ എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതിയെന്ന്. ഓക്കെ, അപ്പൊ അതിലെല്ലാവർക്കും സമ്മതമല്ലേ? അങ്ങനെ ചെയ്യണേൽ കുഴപ്പമൊന്നുമില്ലല്ലോ.
ഇല്ല മാം, ഓക്കെ ആണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അത് പേടിക്കണ്ട. കാര്യങ്ങൾ നമ്മൾ എല്ലാ ലൈനും ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ഓരോ ലൈനും വായിച്ച് കറക്റ്റ് പോകും. ഫുള്ള് വായിച്ച് അതിന്റെ ഓരോ സെന്റൻസും പറയും. ഓക്കെ, അപ്പൊ ഒരാൾ വായിച്ചോ. നമ്മൾ ഇവിടെ നിർത്തിയത് ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി വരെ നിർത്തി. ഇനി മറിയ മോണ്ടിസോറി വാസ് റിക്വസ്റ്റഡ് അവിടുന്ന് തുടങ്ങി ഒരാൾ വായിച്ചേ. ആരാ ഫസ്റ്റ് വായിക്കണേ? വായിക്കട്ടെ മാം. വായിക്കുന്ന ആൾ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോ ഫസ്റ്റ് ഞാൻ എന്റെ പേര് അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്. ഓക്കെ. എന്റെ പേര് രഞ്ജിത, ഞാൻ വയനാട്ടിലാണ്. എവിടെയാണ്? കേട്ടില്ല ഒന്നുകൂടി. വയനാട് മാം. ഓക്കെ. Maria Montessori was requested by a building society to contact a daycare center for some slum children at a place called San Lorenzo. So on the basis of her findings, Montessori started the school named Casa dei Bambini, meaning the house of children, in 1907. There she centered on teaching the students ways to evolve their own skill at a pace they set. A principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of schools she started in Italy. Through experimentation, she defined her method, which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this leads to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education. The discovery of നമ്മൾ എത്രയും പറഞ്ഞു അറൗണ്ട് ദ വേൾഡ്. the secret of education, child training, the child's മതി. ഗുഡ് മോർണിംഗ്. ആരാ ഇപ്പൊ കേറിയതാണോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മറിയ മോണ്ടിസോറി വാസ് റിക്വസ്റ്റഡ് ബൈ എ ബിൽഡിംഗ് സൊസൈറ്റി ടു കോണ്ടാക്ട് എ ഡേ കെയർ സെന്റർ ഫോർ സം സ്ലം ചിൽഡ്രൻ അറ്റ് പ്ലേസ് കോൾഡ് സാൻ ലോറൻസോ. എന്ന് വെച്ചാല് മറിയ മോണ്ടിസോറിയോട് ഒരു സാൻ ലോറൻസോ എന്ന അവിടുത്തെ സ്ഥലത്ത്, സാൻ ലോറൻസോ എന്ന സ്ഥലത്തുള്ള ഒരുപാട് സൊസൈറ്റിയിലുള്ള അവിടുത്തെ ഒരു സമൂഹം, അവിടുത്തെ സൊസൈറ്റി മറിയ മോണ്ടിസോറിയോട് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു. എന്തെന്നാ അപേക്ഷിച്ചേ? ഈ ഇവിടെ ചേരിയിൽ ഇവിടുത്തെ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ തുടങ്ങാമോ? ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ തുടങ്ങാനായിട്ട് മറിയ മോണ്ടിസോറിയോട് സാൻ ലോറൻസോ എന്ന സ്ഥലത്തുള്ള ആ സൊസൈറ്റി, ആ സമൂഹം മൊത്തം അഭ്യർത്ഥിച്ചു. അത് ബിൽഡ് ചെയ്യാനാ? ഡേ കെയർ സെന്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആരെ ഞാൻ മ്യൂട്ട് ആക്കേണ്ട, കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ലൈൻ പറയണത് സാൻ ലോറൻസോ എന്ന സ്ഥലത്തുള്ള ആ ഒരു സൊസൈറ്റി, അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ വന്നുകൊണ്ട് മറിയ മോണ്ടിസോറിയോട് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഈ ചേരിയിൽ ഒരുപാട് കുട്ടികളുണ്ട്, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ തുടങ്ങാമോ എന്ന് അഭ്യർത്ഥിച്ചു. ഓക്കെ, സോ ഓൺ ദ ബേസിസ് ഓഫ് ഹർ ഫൈൻഡിങ്സ് മോണ്ടിസോറി സ്റ്റാർട്ടഡ് ദ സ്കൂൾ നെയ്മഡ് കാസാ ഡി ബാബിനി. എന്ന് വെച്ചാ കുട്ടികളുടെ വീട്, മീനിങ് ദ ഹൗസ് ഓഫ് ചിൽഡ്രൻ. എന്ന് വെച്ചാൽ എന്താ? കുട്ടികളുടെ വീട് എന്ന അർത്ഥമാണ് വരുന്നത്, കുട്ടികളുടെ വീട്. ഇൻ 1907 1907 മറിയ മോണ്ടിസോറി ഒരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിന്റെ പേരാണ് കാസാ ഡി ബാബിനി. അത് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ആ സ്കൂളിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ സ്കൂളിന്റെ അർത്ഥം എന്താ? അർത്ഥം
ഹൗസ് ഓഫ് ചിൽഡ്രൻ, ഒരുപാട് കുട്ടികളുടെ വീട് എന്നാണ് വരുന്നത്. അപ്പൊ 1907 നമ്മുടെ മറിയ മോണ്ടിസോറിയുടെ സാൻ ലോറൻസിലെ ജനങ്ങൾ ഇങ്ങനെ ചേരിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ തുടങ്ങുമോ എന്ന് പറഞ്ഞതിന്റെ പേരില് മറിയ മോണ്ടിസോറി 1907 കാസ ഡി ബാബിനി എന്ന് പറയുന്ന സ്കൂൾ ആരംഭിച്ചത്. There she centered on teaching the students ways to evolve their own skill at a path. They set a principle Montessori called spontaneous self-development or auto education. Spontaneous self-development or auto education. അങ്ങനെ കാസ ബാബിനി എന്ന ഒരു സ്കൂള് ആരംഭിച്ചു? നമ്മുടെ മറിയ മോണ്ടിസോറി ആരംഭിച്ചു. അവിടെ അവള് കുട്ടികളെ there she centered on teaching the student. അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണ് മെയിൻ ആയിട്ട് അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ ഒരു സ്കൂൾ ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടീച്ചിങ് സ്റ്റുഡൻസ്, കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന്. പിന്നെ എങ്ങനെയാണ് അവള് ways to evolve their own skill base set. അവിടെ നിശ്ചയിക്കുന്ന മേഖല കുട്ടികളുടെ കഴിവിനെയാണ് അവൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് എന്തെല്ലാം അവരെ കഴിവ്, അവർക്ക് എത്ര വേഗത്തിൽ ഓൺ സ്കിൽ എടുക്കാൻ പറ്റും. ഇവോൾവ് ദെയർ ഓൺ സ്കിൽ. ഓൺ സ്കിൽ എന്ന് വെച്ചാൽ എന്താ? അവരുടെ സ്വന്തം കഴിവുകൾ പുറത്തെടുത്തിട്ട് അവരുടെ സ്വന്തം കഴിവിലൂടെ മോണ്ടിസോറി എല്ലാ തത്വങ്ങളും, എല്ലാ പ്രിൻസിപ്പിൾസും മോണ്ടിസോറി എല്ലാ തത്വങ്ങളും എന്ത് ചെയ്തു? പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്ത് വികസിപ്പിച്ചുകൊണ്ട് സ്വയം വികസനം, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ സ്വയം മേലെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ സ്വന്തം കഴിവില്, അവർക്ക് സ്വന്തം കഴിവിലുള്ള സ്വയം വികസനം, അതാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ. സ്വയം വിദ്യാഭ്യാസം. ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്വന്തം വിദ്യ ചെയ്യാം. നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കിയൊക്കെ അവര് സ്വയം അവരുടെ സ്കില്ല് ഉപയോഗിച്ച് അവര് പഠിക്കുകയാണ്. അതാണ് മോണ്ടിസോറിയുടെ ടീച്ചിങ് മെത്തേഡ്. അപ്പൊ their centered ടീച്ചിങ് സ്റ്റുഡന്റ്, കുറച്ച് കുട്ടികളെ വിളിച്ചിരുത്തി സ്കൂള് തുടങ്ങി. അപ്പൊ സ്കൂളില് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ they evolve their own skill, സ്വന്തം സ്കില്ലില് സെറ്റ് പ്രിൻസിപ്പിൾ മോണ്ടിസോറിയുടെ എല്ലാ തത്വങ്ങളും അതിൽ വെച്ചു. എന്നിട്ട് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ഓർ ഓട്ടോ എഡ്യൂക്കേഷൻ, അത് അണ്ടർലൈൻ ചെയ്യാം. അതാണ് നമ്മുടെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ്. മെയിൻ ആയിട്ടുള്ള മെത്തേഡ് ഏതാ? സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ. സ്വയം വികസനം, കുട്ടികൾക്ക് സ്വയം വികസിക്കാനും സ്വയം വിദ്യാഭ്യാസം കൊണ്ടുവരാനും അവൾ കൊണ്ടുവന്നു. നമ്മുടെ മറിയ മോണ്ടിസോറി കൊണ്ടുവന്നു. This was the first school in the chain of schools she started in Italy. എന്താ? ഇതായിരുന്നു ഇറ്റലിയിലെ അവൾ ആരംഭിച്ച സ്കൂള്. ഇറ്റലിയിലെ നമ്മുടെ മറിയ മോണ്ടിസോറി ആരംഭിച്ച സ്കൂള്. ചെയിൻ ഓഫ് സ്കൂൾ എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സ്കൂൾ ഇറ്റലിയിൽ ആരംഭിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കൂളുകൾ ചെയിൻ ഓഫ് സ്കൂൾ പോലെ അവൾ സ്റ്റാർട്ട് ചെയ്തു ഇറ്റലിയിൽ തന്നെ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ പുറകെ തന്നെ സ്കൂളിന്റെ ഇങ്ങനെ ചെയിൻ പോലെ വന്നു. ഒരുപാട് സ്കൂളുകള് ഇറ്റലിയിൽ വന്നു. ഓക്കെ, അപ്പൊ ഇതില് വേറെ ഒന്നുമില്ല. ഫസ്റ്റ് പറയാം, നമ്മുടെ കുറെ ആൾക്കാർ വന്നു. സാൻ ലോറൻസ് എന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു. മറിയ മോണ്ടിസോറിയോട് ഇങ്ങനെ പറഞ്ഞു. മറിയ മോണ്ടിസോറി അതിനനുസരിച്ച് ആ ചേരിയിലെ കുട്ടികളെ വിളിച്ച് ഒരു കാസ ഡി ബാബിനി പറയുന്ന ഒരു സ്കൂള് 1907 ആരംഭിച്ചു. കൊല്ലം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം. അങ്ങനെ ആരംഭിച്ചതിന് ശേഷം അവിടെ സ്വന്തം പ്രയത്നത്തില് കുട്ടികൾക്ക് എന്ത് ചെയ്തു? സ്വയം എഡ്യൂക്കേഷൻ കൊടുത്തു. അവിടെ സ്വയം പ്രിൻസിപ്പിൾ, അവിടെ തത്വങ്ങളൊക്കെ വെച്ചു. അവരെ കഴിവില്, കുട്ടികളുടെ കഴിവില് സ്വയം എഡ്യൂക്കേഷൻ, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് അവള് കൊടുത്തു. അങ്ങനെ അവിടെ ഫസ്റ്റ് സ്കൂൾ വന്നു. അതിന്റെ പുറകെ ഒരുപാട് സ്കൂളുകള് എവിടെ വന്നു? ഇറ്റലിയിൽ വന്നു. പിന്നെന്താ? ത്രൂ എക്സ്പെരിമെന്റേഷൻ ഷീ ഡിഫൈൻഡ് ഹെർ മെത്തേഡ് വിച്ച് ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. എന്താ? അവൾ എക്സ്പെരിമെന്റ്, പരീക്ഷണത്തിലൂടെ അവൾ ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ത്രൂ എക്സ്പെരിമെന്റേഷൻ, എന്താ? പരീക്ഷണത്തിലൂടെ. ഷീ ഡിഫൈൻഡ്, അവൾ ഡിഫൈൻ ചെയ്തു. ഹെർ മെത്തേഡ്, അവളുടെ മെത്തേഡിലൂടെ. വിച്ച് ഡ്രൂ ദ അറ്റൻഷൻ ഹോൾ വേൾഡ്, ഈ ലോകം മുഴുവനും അവള് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൾക്കാണ് എല്ലാവരും ഇമ്പോർട്ടന്റ് കൊടുക്കണേ. കുട്ടികളൊക്കെ സ്വയം പഠിക്കാൻ തുടങ്ങി. നമ്മള്
നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെയല്ലാണ്ട് കുട്ടികള് സ്വയം പരിശീലിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഈ ലോകം മുഴുവനും ആളിട്ട് നോക്കി മറിയ മോണ്ടിസോറിനെ ഉറ്റുനോക്കി. ഷീ വാസ് ഇൻവൈറ്റഡ് വേൾഡ് വൈഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഹെർ മെത്തേഡ്. പിന്നെന്താ, അവളുടെ രീതി, അവളെ എല്ലാവരും ഈ ലോകം മുഴുവനും അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ചു. അങ്ങനെ അവളുടെ രീതി തെളിയിക്കാനായിട്ട് ലോകമെമ്പാടും അവളെ ക്ഷണിച്ചു, അവളെ വിളിച്ചു. ഷീ വാസ് ഇൻവൈറ്റഡ്, ഈ ലോകത്തിലേക്ക് എല്ലാ സ്കൂളുകാരും എല്ലാവരും അവളെ ക്ഷണിച്ചു. ടു ഡെമോൺസ്ട്രേറ്റ് ഹെർ മെത്തേഡ്, അവളുടെ മെത്തേഡ് ലോകം മുഴുവൻ കാണിക്കാൻ. അവളെ എങ്ങനെയാണ് ഈ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കണേ? അപ്പൊ മറിയ മോണ്ടിസോറിക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. എന്താ, in his leads to establishment of many Montessori school in different countries all around the world. അങ്ങനെ അവസാനം ഇത് ലോകത്തെല്ലായിടത്തും, ഈ ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിൽ നിരവധി മോണ്ടിസോറി സ്കൂളുകൾ സ്ഥാപിക്കാനായിട്ട് മോണ്ടിസോറി തീരുമാനിച്ചു. അങ്ങനെ അതിലോട്ട് അവള് വന്നു. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ യൂട്യൂബില് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഇപ്പൊ ഇല്ല, ഇവിടെ നെറ്റിന് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇത് ആവുമ്പോ നിങ്ങൾക്ക് മോണ്ടിസോറിയുടെ ഒരു കഥയുണ്ട് ശരിക്കും. മോണ്ടിസോറി ഇത് തന്നെ ശരിക്കും എന്തത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. നിങ്ങളൊന്ന് കാണാം എങ്ങനെയാണ് കുട്ടികളോട് മോണ്ടിസോറി മറിയ പറയിപ്പിക്കുന്നതും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓരോ മെത്തേഡ് വെച്ചിട്ട്, ഓരോ ബോക്സ് കൊടുത്തിട്ട്, ഓരോ കളർ കൊടുത്തിട്ട് ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം വെറുതെ അടിച്ചു കൊടുത്താൽ അതിന്റെ താഴെ ഒരുപാട് വരും. അപ്പൊ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോ വീട്ടിലിരുന്നിട്ട് മറിയ മോണ്ടിസോറിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോസ് കാണാം. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പഠിച്ചത് എന്താന്നുള്ളത് കറക്റ്റ് അവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾ സ്വന്തം ഇടാനുള്ളതാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ മറിയ മോണ്ടിസോറിയുടെ ഈ ഒരു എഡ്യൂക്കേഷൻ, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, ഓൺ സ്കില്ല് പ്രകടിപ്പിക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ലോകമെമ്പാടും മറിയ മോണ്ടിസോറിനെ ക്ഷണിച്ചു. എന്തിനു ക്ഷണിച്ചു? അവർക്കുള്ള എല്ലാ കുട്ടികൾക്കും ഈ മെത്തേഡ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവള് ആ ലോകത്തിന്റെ ഡിഫറെന്റ് കൺട്രീസ്, പല സ്ഥലങ്ങളില്, പല രാജ്യങ്ങളില് മോണ്ടിസോറി സ്കൂള് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഓക്കെ, പിന്നെന്താ നെക്സ്റ്റ് ലൈൻ ആരാ വായിക്കുക? നെക്സ്റ്റ് ലൈൻ വായിച്ചേർന്നാ സെറീന? ഓക്കെ, വായിക്കൂ. നെക്സ്റ്റ് ലൈൻ വായിച്ചേ ഡോക്ടർ മറിയ മോണ്ടിസോറി. ഓക്കെ. Dr. Maria Montessori wrote a number of books on education: The Discovery of Child Education for New World, The Secret of Education, Child Training, The Child's Place and Education, Reconstruction in Education, The Montessori Method, The Advanced Montessori Method, etc. are some of her works. Discoveries at Casa dei Bambini. Montessori discovered a world within the child. It is really this discovery which made her famous, not her method. Mental concentration. ഇത്രയും മതി. നോട്ട് ഹെർ മെത്തേഡ്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മള് എന്താ നോക്കാം. എന്താ പറഞ്ഞേ? നെക്സ്റ്റ് ലൈനില് മറിയ മോണ്ടിസോറി സ്കൂള് തുടങ്ങി, അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് ഇറക്കി. അതിന്റെ കാര്യങ്ങളാണ് പറയണത്. സ്കൂള് ഇറക്കിയത്, ആദ്യത്തെ ഒരു സ്കൂൾ സ്ഥാപിച്ചു, അത് വിജയിച്ചു. അതിന്റെ പുറകെ ഒരുപാട് മോണ്ടിസോറി സ്കൂളുകൾ വന്നു. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് എന്താ? കുട്ടികൾക്ക് ആദ്യം വേണ്ടത് അടിത്തറയാണ്, ബേസ് ആണ് വേണ്ടത്. നമ്മളൊരു വീട് കെട്ടിപ്പടുക്കുമ്പോ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ആ വീടിന് അടിത്തറ വേണം. അടിത്തറ ഉറപ്പില്ലെങ്കിൽ എത്ര കാറ്റ് മഴ പെയ്താലും ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും, അല്ലെ? അടിത്തറ സ്ട്രോങ് ആണെങ്കിലോ എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും അതിന് നല്ല സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അടിത്തറ, ബേസ്, കുട്ടികൾ എങ്ങനെ വളരണം, അതാ കുട്ടികൾക്ക് ആ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ ഇത് വന്നാലും കുട്ടികള് ായിരിക്കും. അതാണ് മറിയ മോണ്ടിസോറിയുടെ തിയറി, മെയിൻ ആയിട്ട് തിയറിയിൽ വരുന്നത്. അതനുസരിച്ച് കുട്ടികളെ സ്വന്തം അവരുടെ ഓൺ സ്കില്ല്, എല്ലാവർക്കും ഉണ്ട് സ്കില്ല്, നമ്മുടെ മക്കൾക്കും ഉണ്ട്. പക്ഷെ നമ്മള് അവരെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒട്ടും പിള്ളേര് ചെയ്യില്ല. അവരെ ഫോണില് കുറെ റീൽസ് കാണാം. റീൽസ് ഒക്കെ കണ്ട് മറ്റുള്ളവർക്ക് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അതാ സമയത്തിന് അപ്പോഴത്തേക്ക് ഒന്ന് കണ്ടിരിക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കുന്നവര് ഇതിന്റെ പേരിൽ എന്തുണ്ടോ, അവർക്കാണ് ക്യാഷ് വേണ്ടത്. പക്ഷെ നമ്മുടെ മക്കള് ഇത് കണ്ട് അവരുടെ ഭാവി എന്താ, ഇതിങ്ങനെ കണ്ട് പിറ്റേ ദിവസം അവർക്ക് സമയത്തിനൊരു വിലയില്ല. എത്ര സമയം കിട്ടിയാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ
എഴുതും. ഓക്കെ. പുറകെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിള്ളേര്. പക്ഷെ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ മക്കളിൽ ആ മോണ്ടിസോറി മെത്തേഡ് കൊണ്ടുവന്നോക്കിയേ അവർക്ക് നമ്മൾ 2 കൊല്ലം കഷ്ടപ്പെട്ടാൽ മതി. അവിടെ കൂടെ നിന്ന് ഈ മെത്തേഡിനനുസരിച്ച് അവർക്കുള്ള കഴിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ബാക്കി അവർ ചെയ്തോളും. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അവർ ചിന്തിക്കട്ടെ, സ്വന്തം ചെയ്യട്ടെ. അതാണ് മറിയ മോണ്ടിസോറി പറയണത്. ഓക്കെ. ഇനി ബുക്സുകൾ. മറിയ മോണ്ടിസോറി wrote a number of books on education. എന്താ മറിയ മോണ്ടിസോറി ഒരുപാട് ബുക്കുകൾ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്, എഡ്യൂക്കേഷനെ കുറിച്ച്. മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് ബുക്ക് എഴുതി. ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്. എന്താ ഒരു പുതിയ ലോകത്തിന്റെ ശിശു വിദ്യാഭ്യാസത്തിന്റെ കണ്ടെത്തൽ. സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, ദ മോണ്ടിസോറി മെത്തേഡ്, ദ അഡ്വാൻസ്ഡ് മോണ്ടിസോറി മെത്തേഡ് തുടങ്ങിയ കുറെ ബുക്കുകൾ അങ്ങനെ എഴുതി. ഇത്രയും ബുക്കുകളാണ് പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ബുക്കിന്റെ പേര് നിങ്ങൾ പഠിക്കണം. കാണാപ്പാടൊന്നും പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അണ്ടർലൈൻ ചെയ്തോ. മറിയ മോണ്ടിസോറി wrote a number of books of education. എഡ്യൂക്കേഷനെ കുറിച്ചാ. മറിയ മോണ്ടിസോറി ശരിക്കും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു വന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. വീട്ടുകാരും ആരും സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ അമ്മ സപ്പോർട്ട് ചെയ്തു. എക്കത്തിന് സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര നിബന്ധനയായിരുന്നു. ആണുങ്ങൾക്കുള്ള കോളേജിൽ പഠിപ്പിക്കില്ല, കാരണം ആൺപിള്ളേരോട് സംസാരിക്കരുത്, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു മറിയ മോണ്ടിസോറി ജനിച്ചത്. എന്നിട്ട് എഞ്ചിനീയർ ആവാൻ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ സാറുമാരൊക്കെ ഭയങ്കര അങ്ങനെ അവിടുത്തെ അവൾക്ക് പഠിത്തം ഇഷ്ടമായില്ല. കാരണം അവിടെ ഒക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, എല്ലാവരോടും ആശ്രയിച്ചായിരുന്നു വേണം ആ ഒരു ഇത് പാസ്സാക്കാൻ. അങ്ങനെ അവള് ഡോക്ടർക്ക് പഠിക്കാൻ പോയ സമയത്ത് അനാട്ടമി ചെയ്യാൻ വേണ്ടി ഇവര് ലാബിൽ കയറിയപ്പോ അവിടെ എന്താണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർ ഓരോ എന്ത് ചെയ്യണത്, എക്സ്പെരിമെന്റ്സ് ചെയ്യണത്. അപ്പൊ ഒരു നമ്മുടെ ബോഡി മരിച്ചു കഴിഞ്ഞ ഡോക്ടേഴ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞ ആ ബോഡി അവര് പഠിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ പെണ്ണുങ്ങളുടെ ആയാലും ആണുങ്ങളുടെ ആയാലും അവർ ഫുൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഫുൾ നാക്കഡ് ആയിട്ടാണ് അവർ പരിശോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മറിയ മോണ്ടിസോറിക്ക് അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. കാരണം ആണായാലും പെണ്ണായാലും അവർ അങ്ങനെ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും കേട്ടില്ല. അവൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പഠിക്കാനില്ല, എനിക്ക് മാത്രമായിട്ട് രാത്രി തന്നാ മതി എന്ന് പറഞ്ഞു. രാത്രി അവള് ഈ ശവങ്ങളുടെ കൂടി ഇരുന്നിട്ടാണ് രാത്രി അവള് പഠിച്ചത്. അങ്ങനെ പഠിച്ച് ഒരു ക്യാമ്പിന് പോയ സമയത്താണ് ഒരു കുട്ടീനെ കണ്ടത്. ആ കുട്ടിയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇവള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്കത് യൂട്യൂബിൽ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അവൾ കണ്ടു, കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ കുട്ടികളുടെ ഓരോ കണ്ടെത്തലുകൾ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് തെരുവിൽ കിടക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ മറിയ മോണ്ടിസോറി ഇവിടം വരെ എത്തിയിരുന്നു. പിന്നെ ലോകം മുഴുവനും മോണ്ടിസോറിനെ പ്രശംസിച്ചു, ഏറ്റെടുത്തു. മോണ്ടിസോറി സ്കൂളുകൾ നിലവിൽ വന്നു. ഇപ്പോഴും മോണ്ടിസോറി സ്കൂളിനാണ് എവിടെ ഇന്ത്യയിലായാലും എവിടെയായാലും ഏത് കൺട്രിയിലായാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മോണ്ടിസോറി സ്കൂള്, മോണ്ടിസോറി മെത്തേഡിനാണ്. അവരെ പഠിപ്പിക്കുന്ന ആ ഒരു രീതി. ഓക്കെ. ഇപ്പൊ സാധാരണ ലെവലില് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ അങ്ങനത്തെ ഒരു മെത്തേഡ് കൊണ്ടുവരും എന്നപ്പോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് പാട്ട് പഠിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ ഓരോ ആക്ടിവിറ്റീസ് കണ്ട് സ്വയം എഴുതുകയാണ്. അതൊക്കെ ശരിക്കും കോപ്പിയാണ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ നിന്ന് കോപ്പി എടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാനിത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ഫ്രീ ആവുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. നമ്മൾ അറിയണം, കാരണം നമ്മൾ മോണ്ടിസോറി കൊണ്ടുവന്നത് ആരാന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ. ഇനി അപ്പൊ ഈ ബുക്കിന്റെ പേര് ഒന്നുകൂടിയും പറയാം. ഓക്കെ. ബുക്കിന്റെ പേരെന്താ? മറിയ മോണ്ടിസോറി പോലത്തെ ഒരുപാട് ബുക്ക് എഴുതിയില് ദ ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്. പഠിക്കാം. ശിശു വിദ്യാഭ്യാസത്തിന്റെ കണ്ടെത്തൽ, ഡിസ്കവറി കണ്ടെത്തുക, ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ ന്യൂ വേൾഡ് ഈ ലോകത്തില് ശിശു വിദ്യാഭ്യാസത്തിന്റെ കണ്ടെത്തൽ. പിന്നെ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ രഹസ്യം, ചൈൽഡ് ട്രെയിനിങ് കുട്ടികളുടെ ട്രെയിനിങ്, ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, പിന്നെന്താ ചൈൽഡ്
അഡ്വാൻസ്ഡ് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡും ഉണ്ട്, അഡ്വാൻസ്ഡ് മോണ്ടിസോറി മെത്തേഡും ഉണ്ട്. പിന്നെ റീകൺസ്ട്രക്ഷൻ, വിദ്യാഭ്യാസത്തിന്റെ പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണം. പിന്നെ മോണ്ടിസോറി മെത്തേഡ്, പിന്നെ വിപുലമായ മോണ്ടിസോറി രീതിയാണ് അഡ്വാൻസ്ഡ് പറയണത്. പിന്നെ അങ്ങനെ കുറച്ച് വർക്കുകൾ, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് നാം പാരഗ്രാഫിന്റെ മുകളിൽ എഴുതിയില്ല, അല്ലെങ്കിൽ വായിക്കുമ്പോ ഒക്കെ നമ്മൾ സ്ട്രെസ് കൊടുത്ത് അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. നെക്സ്റ്റ് ഡിസ്കവറി സെറ്റ് കാസാബി ബാബിനി. നമ്മളിവിടെ പറഞ്ഞു കാസാബി ബാബിനി ഇവിടെ എന്താ പറഞ്ഞേ? സ്കൂള് തുടങ്ങി, ആ സ്കൂളിന് പേരിട്ടു. എന്താ പേരിട്ടെ? മോണ്ടിസോറി, മറിയം മോണ്ടിസോറി ഫസ്റ്റ് തുടങ്ങിയ സ്കൂളാണ് കസാഡി ബാബിനി. അതിന്റെ അർത്ഥം ഹൗസ് ഓഫ് ചിൽഡ്രൻ. അതാണ് അവിടെ പറഞ്ഞത്. കസാഡി ബാബിനിയിലെ കണ്ടെത്തലുകൾ. മോണ്ടിസോറി ഡിസ്കവേർഡ്, മോണ്ടിസോറി കണ്ടെത്തി. എന്താ കണ്ടെത്തിയേ? The world with the child, it is really discovery which made her famous, not her method. മോണ്ടിസോറിക്ക് മനസ്സിലായി, കണ്ടെത്തി. ഈ കസാഡി മീനിങ് എന്തുന്നാ? മീനിങ് കസാഡി ബാബിനിയുടെ മീനിങ് ആണ് ഈ പറഞ്ഞത്, ഹൗസ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ പറഞ്ഞില്ലായിരുന്ന? അല്ലേ? കുട്ടികളുടെ വീട്. പറഞ്ഞല്ല, ഹൗസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ വീടെന്ന്. ഇപ്പൊ കയറി വന്നത് കൊണ്ടായിരിക്കും അത് കേൾക്കാനത്. ഞാൻ പറഞ്ഞില്ലായിരുന്ന? അത് ഫസ്റ്റ് പോയിന്റ് അവിടെ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു, കുട്ടികളുടെ വീട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആരെങ്കിലും വായിച്ചേർന്ന? അതിനെ കുറിച്ചാണ് പറഞ്ഞത്. വായിച്ചു. അപ്പൊ നമ്മുടെ കസാഡി ബാബിനി എന്ന് പറയണത് എന്താ? മോണ്ടിസോറി ഡിസ്കവേർഡ് എ വേൾഡ്. ഓക്കെ, ഇറ്റാലി അതന്നെ ലാംഗ്വേജ് ആണ്. എന്താണ്? ഇറ്റലിയിലാണ് ഫസ്റ്റ് തുടങ്ങിയത്, ഇറ്റലി ലാംഗ്വേജ് ആണ്. മോണ്ടിസോറി ഡിസ്കവേർഡ് എന്താ? മോണ്ടിസോറി കണ്ടുപിടിച്ചു വേൾഡ്, ലോകത്തിൽ വിത്തിൻ ദ ചൈൽഡ്, കുട്ടികൾക്കുള്ളിലെ ഒരു ലോകം മോണ്ടിസോറി കണ്ടെത്തി. കുട്ടികൾക്കുള്ളിലെ ഒരു ലോകം മോണ്ടിസോറി കണ്ടെത്തി. ഇറ്റ് ഈസ് റിയലി ദിസ് ഡിസ്കവറി വിച്ച് മെയ്ഡ് ഹർ ഫേമസ്, നോട്ട് ഹർ മെത്തേഡ്. ഈ കണ്ടുപിടുത്തമാണ് അവളെ പ്രശസ്തയാക്കിയത്. ഓക്കെ, കുട്ടികളുടെ രീതിയാണ്. കുട്ടികൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, കുട്ടികൾക്കുള്ളിലെ ഒരു ലോകമാണ് കണ്ടുപിടിച്ചത്, അല്ലാണ്ട് ലോകത്തിലൊരു കുട്ടികളല്ല. കുട്ടികൾക്കുള്ളിലെ ഒരു ലോകം മോണ്ടിസോറി കണ്ടെത്തി. അതാണ് ഡിസ്കവറി അറ്റ് കസാഡി ബാബിനി. അങ്ങനെ അവൾ മനസ്സിലാക്കി. ഇറ്റ് ഈസ് റിയലി ദിസ് ഡിസ്കവറി. അവൾക്ക് മനസ്സിലായി എന്താ? ഈ കണ്ടുപിടുത്തമാണ് അവളെ പ്രശസ്തമാക്കിയതും. അത് അവളുടെ രീതിയല്ല, നോട്ട് ഹർ മെത്തേഡ്. മോണ്ടിസോറിയുടെ രീതിയല്ല മോണ്ടിസോറി ചെയ്തത്, മറിയം മോണ്ടിസോറിയുടെ രീതിയല്ല, പക്ഷെ കുട്ടികൾക്കുള്ളിലെ ലോകം. അപ്പൊ ഡിസ്കവറി ഓഫ് കസാഡി ബാബിനിയുടെ അർത്ഥം ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും, എന്താണ് ഈ കസാഡി ബാബിനി? ആ സ്കൂളാണ്, പക്ഷെ മോണ്ടിസോറി ഡിസ്കവേർഡ്. എങ്ങനെയാണ് അത് കസാഡി ബാബിനിയിലായത്? അതിനെ ഡിസ്കവേർഡ് ചെയ്തത് എ വേൾഡ് വിത്തിൻ ദ ചൈൽഡ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടാ. എ വേൾഡ് വിത്തിൻ ദ ചൈൽഡ്, കുട്ടികൾക്കുള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാണ്. ഓക്കെ, കുട്ടികൾക്കുള്ളിൽ ഒരു ലോകമുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ട് ആ ലോകത്തിലോട്ട് അവൾ ഇറങ്ങിച്ചെന്നു. അതിനാണ് അവള് പ്രോത്സാഹിപ്പിച്ചത്. അതാണ് അവൾ എന്തായത്? റിയലി ദിസ് ഡിസ്കവറി വിച്ച് മെയ്ഡ് ഹർ ഫേമസ്, അവളെ ഫേമസ് ആക്കിയത്. ഓക്കെ, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തതാ. നോട്ട് ഹർ മെത്തേഡ്, അവളുടെ രീതികളല്ല. അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് മെന്റൽ കോൺസെൻട്രേഷൻ. ഇതും കൂടി ഈ പാരഗ്രാഫ് കൂടി എടുക്കാം. മെന്റൽ കോൺസെൻട്രേഷൻ. ഈ പാരഗ്രാഫ് തീരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് എഴുതേണ്ടത് A4 ഷീറ്റ്, A4 ബുക്ക് എടുക്കാം. A4 ബുക്കില് 2 പേജ് മതി. മറിയം മോണ്ടിസോറിയുടെ ഫസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എഴുതാം. എന്താണ് മറിയം മോണ്ടിസോറി, ആരാണ് മറിയം മോണ്ടിസോറി, എവിടെ ജനിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എഴുതിയിട്ട് മറിയം മോണ്ടിസോറിയെ കുറിച്ച് എന്ത് വേണം? ഞാൻ ക്വസ്റ്റ്യൻസ് തരും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇടും. അത് എന്നാലും ഞാൻ ഇവിടെ പറയണമെന്നുള്ളൂ. അപ്പൊ ഇൻട്രഡക്ഷൻ ഫസ്റ്റ് എഴുതാം. അത് കഴിഞ്ഞിട്ട് മറിയം മോണ്ടിസോറിയെ കുറിച്ച്, അവളുടെ ഒബ്സർവേഷന്, പിന്നെ മറിയം മോണ്ടിസോറി ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങി, മറിയം മോണ്ടിസോറിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്,
എന്നുള്ളത് 2 പേജില് ബുക്കുകള് ഈ പാരാഗ്രാഫിലെ ബുക്കുകൾ മറക്കരുത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബുക്കുകൾ എന്തായാലും ഉൾക്കൊള്ളിക്കണം. അത് നിങ്ങൾ ഒരേ ഹെഡിങ് എഴുതാം. മരിയ മോണ്ടിസോറി റോട്ട് നമ്പർ ഓഫ് ബുക്സ് എന്നും പറഞ്ഞ് തുടങ്ങാം. ബുക്സിനെ കുറിച്ച് എന്തൊക്കെ ബുക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ നമ്മുടെ ഗൂഗിൾ റെഫർ ചെയ്യും. ഗൂഗിളിലൊക്കെ ചെയ്യും. ഗൂഗിളിലൊക്കെ നിങ്ങൾ റെഫർ ചെയ്തോ. ഗൂഗിളിൽ എവിടെ വേണമെങ്കിലും റെഫർ ചെയ്തോ. നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 2 പേജ് ഉണ്ടായിരിക്കണം. 2 പേജ് എന്ന് പറയണത് ഇതൊരു പേജ് കാണാൻ പറ്റുന്നുണ്ടാ? കാണാൻ പറ്റണ്ട? ഇതൊരു പേജ് അല്ല. ഇതൊരു പേജായ ഇല്ല. ഇതിന്റെ അപ്പുറവും കൂടി ചേരുമ്പോഴാണ് ഒരു പേജ് ആവണം. മനസ്സിലായ? ഈ ഒരു പുറവും കഴിഞ്ഞ് ഈ ഒരു പുറവും കൂടി ആവുമ്പോഴാ ഒരു പേജ് ആകണം. അതുപോലെ 2 പേജ് 4 സൈഡ്. ഓക്കെ, ഇനി പറഞ്ഞില്ലാന്ന് പറയരുത്. അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് റൂമിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇടും. ഇതെന്റെയാണ് ഇടുന്നത്. അപ്പൊ അത് നിങ്ങൾ മറിയ മോണ്ടിസോറിയെ കുറിച്ച് കറക്റ്റ് എഴുതാം. ഇന്ന് തുടങ്ങിക്കോ. ടൈം ഉണ്ട്. 4 സൈഡ്. ഇതൊരു സൈഡ്. ഓക്കെ, അപ്പൊ അടുത്ത സൈഡ് വരുമ്പോൾ ഒരു പേജായി. ഈ 2 സൈഡ് എഴുതുമ്പോ ഒരു പേജ്. അതുപോലെ ഒരെണ്ണം കൂടി എഴുതാം. അപ്പൊ 4 പേജ്. 4 പേജ് കൂടണത് 2 മൊത്തം പേപ്പർ. ഓക്കെ, ഓക്കെ ട്ടാ. അപ്പൊ അസൈൻമെന്റ് അത് നമ്മുടെ നമുക്ക് ഇനി അടുത്ത അസൈൻമെന്റ് ഈ പാഠത്തിൽ ഇനി ഒരെണ്ണം ഉള്ളൂ. പക്ഷെ ഒരു അസൈൻമെന്റും കൂടി ഉണ്ട്. അത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം പോണെ ഇതും കൂടി എടുക്കാം. അസൈൻമെന്റ് ബുക്കിൽ A4ന്റെ അസൈൻമെന്റ് ബുക്കിൽ A4ന്റെ അസൈൻമെന്റ് ബുക്കിൽ എഴുതാം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടും. ഞാൻ പഠിച്ചിട്ട് ക്ലാസ് റൂമിൽ ഇടാം. ഓക്കെ, നമ്മുടെ ടൈം പോവാണ്. നെക്സ്റ്റ് മെന്റൽ കോൺസെൻട്രേഷൻ. ഓക്കെ, മെന്റൽ കോൺസെൻട്രേഷൻ വെച്ചാൽ എന്താണ്? നമ്മുടെ മെന്റൽ കോൺസെൻട്രേഷൻ നമുക്കില്ലാത്തത് ഏകാഗ്രത, മാനസികമായ ഏകാഗ്രത. അതാണ് മെന്റൽ കോൺസെൻട്രേഷൻ. ഒരാൾ വായിച്ചേ. ആര് വായിക്കൂ? ഒരാൾ വായിക്കൂ. ഫാത്തിമേ, ആരെങ്കിലും വായിക്കൂ. മാനസിക ഏകാഗ്രത വേട്ടെ. വായിക്കൂ. മ്യൂട്ട്. ഓക്കെ, ഓക്കെ. ഹലോ, വായിച്ചു. ഞാൻ രസ്ന. ഓക്കെ, എന്റെ പേര് രസ്ന. ഞാന് മലപ്പുറത്തുനിന്നായിരുന്നേ. Mental concentration. Maria Montessori found that children as young as 3 years of age were able to concentrate. She had found and was surprised to watch a child of about 3 working with a knobbed cylinder, showing extraordinary interest in the material. The child's concentration was so deep that it seemed to have isolated her mentally from the rest of the environment. To test the severity of this concentration, asked the teacher to make the other children sing aloud around the child. But the child did not ever seem conscious of this disturbance. She continued just as before, mysteriously repeating this same exercise. Then Montessori slowly picked up the armchair on which the child was sitting, with the child in it, and placed her on a table. The child, who had stung onto her precious cylinders during this interruption, at once went on her task as if nothing had happened. With her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. It was 42 times, and yet the child looked pleased and rested after the child did the exercise. The automatic work of the children was later to become one of the fundamental principles of her method. Okay, അപ്പൊ അത് പറയണത് എന്താ? മെന്റൽ കോൺസെൻട്രേഷൻ. മറിയ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ as young as 3 years of age were able to concentrate. ഇവിടെ ഏജ് മെയിൻ ആയിട്ട് പറയാൻ കേട്ടോ. 3 years ആണ്. 3 വയസ്സിലാണ് നമുക്ക് ഒരു കുട്ടീനെ ശരിക്കും മോണ്ടിസോറി മെത്തേഡ് പ്രകാരം കൊണ്ടുവരാൻ പറ്റുന്നത്. ആ കുട്ടിയുടെ വളർച്ച, കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത് കറക്റ്റ് ഒരു 3 വയസ്സ് തുടങ്ങുമ്പോഴാണ്.
ആ 3 years എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോട്ടെ, അത് മിക്കതിലും ആവശ്യമാണ്. അപ്പൊ എന്താ, മറിയ മോണ്ടിസോറി 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്തത്, 3 were able to concentrate, ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 3 വയസ്സ് വരെയുള്ള കുട്ടികളില് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. മറിയ മോണ്ടിസോറി ഫൗണ്ട് കണ്ടു, എന്ത് കണ്ടു, കുട്ടികളില് 3 വയസ്സ് വരെയുള്ള കുട്ടികളില് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് അവള് കണ്ടെത്തി. ഓക്കെ, മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി 3 വയസ്സുള്ള കുട്ടികളെ പിടിച്ച അവരെ കറക്റ്റ് നമ്മൾ വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ കുട്ടികളെ നമ്മൾ 1.5 മണിക്കൂർ വാച്ച് ചെയ്ത് നോക്കി, അവര് ഓരോന്നും ചെയ്യേണ്ടത് പുറത്തിറക്കി നിർത്താൻ കുട്ടികളെ, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മളൊന്ന് വാച്ച് ചെയ്താൽ മതി. ചുമ്മാ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി, നമുക്കറിയാൻ പറ്റും കുട്ടികളുടെ രീതികൾ എന്താണ്. അങ്ങനെ മറിയ മോണ്ടിസോറി കണ്ടെത്തി. ഷീ ഹാഡ് ഫൗണ്ട് ആൻഡ് വാസ് സർപ്രൈസ്ഡ് ടു വാച്ച് എ ചൈൽഡ് about 3 working with noble cylinder showing extraordinary interest in the material. എന്താ പറഞ്ഞേ, മറിയ മോണ്ടിസോറി കുട്ടികളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി കുട്ടികളിലും 3 വയസ്സുള്ള കുട്ടികളെ. അങ്ങനെ ഒരു കുട്ടീനെ ഷീ ഫൗണ്ട് സർപ്രൈസ് വാച്ച് എ ചൈൽഡ്, ഒരു കുട്ടികളെ അവൾ എന്ത് ചെയ്തു, about 3 working with നോബിൾ സിലിണ്ടർ കൊടുത്തു. നോബിൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോബിൾ സിലിണ്ടർ എന്ന് വെച്ചാൽ എന്താ, നോബിൾ സിലിണ്ടർ എന്ന് വെച്ചാല് 10 അടി ഒരു തടിയിലുള്ള നമ്മുടെ തടിയിൽ സിലിണ്ടർ നോബായിട്ട് ചെറിയ കുഴി ഇങ്ങനെ ഒരു മരത്തിന്റെ തടിയിൽ നിറച്ച് ഹോള് വിട്ടിട്ട് അതിന്റെ മുകളില് നോബ് വെച്ചിട്ട് മരത്തിന്റെ ഈ സാധനം മരത്തിന്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ട്, അത് ആ ഹോളിൽ ഇങ്ങനെ വെച്ച് പോവാം. ഒരു സിലിണ്ടർ പോലെ ഇരിക്കും കണ്ട. ആ നോബില് ആ ഹോളിലേക്ക് കറക്റ്റ് നോബ് വീഴും. ആ സാധനത്തിന്റെ നോബ് ശരിക്കും ആ ഹോളിൽ വീഴും. അങ്ങനെ വെച്ച് പോണതാണ് സിലിണ്ടർ, നോബിൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഒരു കൊച്ചു കളിച്ചോണ്ടിരിക്കുകയാണ്. വാച്ച് എ ചൈൽഡ് about 3 working with നോബിൾ സിലിണ്ടർ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അവൾക്ക് അപ്പൊ ഈ സിലിണ്ടർ ഉപയോഗിച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേര് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവള് കുട്ടികളെ വാച്ച് ചെയ്യണം. അപ്പൊ അവൾക്ക് എന്താ, ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി, അവൾക്ക് സർപ്രൈസ്, അവൾ ഇങ്ങനെ കൊച്ചിനെ കളിക്കണ കണ്ടപ്പോ തന്നെ അവൾക്ക് സർപ്രൈസ് ചെയ്യും. അവൾക്ക് ഒരു ആശ്ചര്യം തോന്നി. അവളിങ്ങനെ കുട്ടികളിങ്ങനെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് നോബിന് ഓരോ വലിപ്പം ഉണ്ടാവും. ചില നോബ് നല്ല വലുതാണെങ്കിൽ ആ വലിയ ഹോളായിരിക്കും. കുട്ടികള് കറക്റ്റ് നോക്കിയിട്ട് ഇതിനെ പറ്റിയ ഹോളിൽ നോക്കി കറക്റ്റ് ഇങ്ങനെ വെക്കണ കണ്ടപ്പോ അവൾക്ക് ആശ്ചര്യം തോന്നി. ഷോവിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ. അപ്പൊ കുട്ടികൾക്ക് അവര് ചെയ്യുന്ന ആ വർക്കിൽ അവർക്ക് മനസ്സിലായി എന്താ, ആ കുട്ടിക്ക് ഒരു പ്രത്യേക പവർ, എക്സ്ട്രാ ഓർഡിനറി, അവർക്കൊരു കഴിവുണ്ട്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഹോള് 10 സിലിണ്ടറിന്റെ ട്യൂബ് അവരുടെ കയ്യിൽ, സിലിണ്ടർ ഈ ഗ്ലോബൽ സിലിണ്ടർ 10 എണ്ണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവര് അത് കറക്റ്റ് നോക്കിയിട്ട് ആ 10 ഹോളിലും 10 ഫിറ്റ് ചെയ്തു. എന്നാൽ 10 ഒരേ സൈസ് ഉള്ളതല്ല, സെപ്പറേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവൾക്ക് ആശ്ചര്യം തോന്നി. കുട്ടികൾക്ക് ഇത് ആരാ പറഞ്ഞു കൊടുത്തേ, ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി. അവരുടെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി താല്പര്യത്തില് ആ ഒരു ഉണ്ടാക്കണേലുള്ള എന്താ മെറ്റീരിയൽ എന്ന് പറയുന്നത് അവരുണ്ടാക്കണം, അങ്ങനെ ഒരു താല്പര്യത്തിൽ അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അവൾക്ക് അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി. ദ ചൈൽഡ് കോൺസെൻട്രേഷൻ വാസ് സോ ഡീപ് ദാറ്റ് ഇറ്റ് സീംസ് ടു ഹാവ് ഐസൊലേറ്റഡ് ഹർ മെന്റലി ഫ്രം ദ റെസ്റ്റ് ഓഫ് എൻവയോൺമെന്റ്. കുട്ടിയുടെ ഈ ഒരു ഏകാഗ്രത, അവരുടെ കുട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കണില്ല അല്ലെ. കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഏതില്ല, കുട്ടിയുടെ ശ്രദ്ധ മുഴുവനും ഈ ഹോളിൽ എങ്ങനെയാണ് ഈ സിലിണ്ടർ വെക്കാം. ഒരു വലിയ സിലിണ്ടർ എടുത്തുകൊണ്ടാണ് കുട്ടി ആദ്യം ചെറിയ ഹോളിൽ വെച്ച്, പറ്റണില്ല. കുട്ടിക്ക് മനസ്സിലായി ഇത് പോരാ, കുട്ടി അടുത്ത ഹോളിൽ വെച്ചു. അങ്ങനെ കുട്ടി ഇങ്ങനെ നീക്കി ആ വലിയ ഹോളിൽ വന്നപ്പോ വലിയ സിലിണ്ടർ വെച്ചു. അപ്പൊ കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ച് ഇത് മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കുട്ടി പരിസ്ഥിതിയിൽ എന്താ സംഭവിക്കണേ, പുറത്ത് എന്താന്നുള്ളത് കുട്ടി ശ്രദ്ധിക്കണില്ല. കുട്ടിയുടെ ചൈൽഡ് കോൺസെൻട്രേഷൻ വാസ് സോ ഡീപ്പ്. എങ്ങനെയാണ് കുട്ടിയുടെ ഏകാഗ്രത, വളരെ ഡീപ്പാണ്, ആഴത്തിലുള്ളതാണ്. ദാറ്റ് ഇറ്റ് സീംഡ് ടു ഹാവ് ഐസൊലേറ്റഡ് ഹർ മെന്റലി ഫ്രം ദ റെസ്റ്റ് ഓഫ് എൻവയോൺമെന്റ്. കുട്ടിയുടെ ഏകാഗ്രത വളരെ ആഴമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയിൽ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അതറിയണില്ല. കുട്ടിക്ക് മനസ്സിലായി, കുട്ടി മെന്റലി ഫ്രം ദ റെസ്റ്റ് ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയിൽ നിന്ന് മാനസികമായിട്ട് കുട്ടിക്ക് ആ ഒരു ഒറ്റപ്പെടല് കുട്ടിക്ക് മനസ്സിലായി. എന്താ, കുട്ടി ഇതൊന്നും അറിയണില്ല, കുട്ടിക്ക് പരിസ്ഥിതിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതിലൊരു ഒറ്റപ്പെട്ട് നിൽക്കണേന്ന്. കുട്ടിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എവിടെ, ആ നോബ് സിലിണ്ടർ അതെങ്ങനെങ്കിലും ഫിറ്റ് ചെയ്യണേല്. പിന്നെന്താ, ദ ടെസ്റ്റ് സെവരിറ്റി ഓഫ് ദിസ് കോൺസെൻട്രേഷൻ ആസ്ക്ഡ് ദ ടീച്ചർ
to make the other children sing aloud around the child. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറിയാം മോണ്ടിസോറി വിചാരിച്ചു. കുട്ടി ഇങ്ങനെ പരിസ്ഥിതിയായിട്ട് ഒരു ബന്ധമില്ല, കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏകാഗ്രതയുടെ കാഠിന്യം പരിശോധിക്കാനായിട്ട് എന്താ ചൈൽഡ് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ടെസ്റ്റ് ദ സെവറിറ്റി ഓഫ് ദിസ് കോൺസെൻട്രേഷൻ. ഈ ഏകാഗ്രതയുടെ കാഠിന്യം പരിശോധിക്കാനായിട്ട് ആരാവശ്യപ്പെട്ടു? മറിയാം മോണ്ടിസോറി ടീച്ചറോട് പറഞ്ഞു. അവിടുത്തെ ഒരു ടീച്ചറോട് പറഞ്ഞു നമുക്കിത് പരിശോധിക്കാം. കോൺസെൻട്രേഷൻ ആസ്ക്ഡ് ദ ടീച്ചർ. ടീച്ചറോട് പറഞ്ഞു ടു മേക്ക് ദ അതർ ചിൽഡ്രൻ. ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ട് വന്നു. ഇത് എങ്ങനെയാണ് അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യണേ? ഒരു കുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഉറക്കപ്പാടാൻ. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യണേ? നോബില് കളിച്ചോണ്ടിരിക്കുകയാണ് സിലിണ്ടർ വെച്ചുകൊണ്ട്, അല്ലെ? പക്ഷെ അങ്ങനെ ഇരിക്കും ആ കുട്ടിയുടെ ഏകാഗ്രത, അവന് പരിസ്ഥിതിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടീനോട് പറയണ് ഏകാഗ്രത പരിശോധിക്കാനായിട്ട് മറ്റു കുട്ടികൾക്ക് ചുറ്റും ഉറക്കിരുന്ന് പാടാൻ പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു ഈ കുട്ടിക്ക് ചുറ്റും ഇരുന്ന് ഉറക്ക പാടാൻ വേണ്ടി ടീച്ചർ കുട്ടിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കുട്ടി എന്താ, ആ കുട്ടികൾ ഇങ്ങനെ ഉറക്ക പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ്. അറൗണ്ട് ചിൽഡ്രൻ സിംഗ് അലൗഡ്, ഉറക്കെ റൗണ്ട് ദ ചൈൽഡ്, ഈ ഇരിക്കുന്ന കുട്ടിക്ക് ചുറ്റും ഉറക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദ ചൈൽഡ് ഡിഡ് നോട്ട് എവർ സീൻ കോൺഷ്യസ് ഓഫ് ദിസ് ഡിസ്റ്റർബൻസ്. പക്ഷേ ഈ കുട്ടി ഇതൊക്കെ അറിയണണ്ടാ? ഈ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടും അല്ല. എല്ലാ കുട്ടികളും ഒച്ചയിൽ ഒരു കുട്ടിയുടെ ചുറ്റുരുന്ന് പാട്ട് പാടിയാൽ എന്താ, നമ്മളൊക്കെ പെട്ടെന്ന് നമ്മള് ദേഷ്യപ്പെടും, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ കുട്ടി എന്താ, ഈ കുട്ടി ഈ അസ്വസ്ഥ ഒന്നും അറിയണില്ല. ഈ കുട്ടിക്ക് ഇവിടെ നടക്കണത് ഒന്നും അറിയണില്ല. പക്ഷെ എന്താ, സീയിങ് കോൺഷ്യസ്നെസ് ഡിസ്റ്റർബൻസ് അറിയണില്ല. ഷീ കണ്ടിന്യൂഡ് ജസ്റ്റ് ബിഫോർ മിസ്റ്റീരിയസ്ലി റിപ്പീറ്റിംഗ് ദിസ് സെയിം എക്സസൈസ്. എന്താ, ഈ അസ്വസ്ഥതയെ കുറിച്ച് അവർക്ക് ഒന്നും അറിയണില്ല. അപ്പൊ ഇവർക്ക് തോന്നി ഈ വ്യായാമം തന്നെ ഒന്നും കൂടി കുട്ടിയുടെ അടുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്തു. വീണ്ടും കുട്ടീനെ ഡിസ്റ്റർബ് ആക്കുമ്പോൾ കുട്ടി ഇതൊന്നും അറിയണില്ല. കുട്ടി വീണ്ടും ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മോണ്ടിസോറിക്ക് മനസ്സിലായി എന്താ, then Montessori slowly picked up the armchair on which the child was sitting. With the child in it and placed her on a table. ഒരു വ്യായാമം കൊച്ചിങ്ങനെ ആവർത്തിച്ച് ആ വ്യായാമം എന്ന് പറയുന്നത് ഏതാ, സിലിണ്ടർ നോബിൾ വെച്ചിട്ട്. ആ സിലിണ്ടർ നോബ് വെച്ച് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ അതിലും നല്ലോണം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മോണ്ടിസോറി കുട്ടി ഇരിക്കുന്ന ആ ചാരുകസാര പതുക്കെ എടുത്തു. കുട്ടി ഇങ്ങനെ ഒന്നും അറിയാണ്ട് മായാലോകത്തിൽ ഇതിരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക. കുട്ടിയുടെ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തില്ല ആ ചെയ്യുന്ന വർക്കില്. അപ്പൊ മോണ്ടിസോറി പതുക്കെ പോയി കുട്ടിയുടെ ബാക്കിൽ കൂടി പോയി എന്ത് ചെയ്തു, കുട്ടി ഇരിക്കുന്ന ചാരുകസേര പതുക്കെ എടുത്ത് അതിൽ കുട്ടിയെ കൊണ്ട് ഒരു മേശപ്പുറത്ത് കിടത്തി. അതാ പറഞ്ഞേ. Then Montessori slowly picked, പതുക്കെ പോയി എടുത്തു ആം ചെയർ, അവിടെ ചാരുകസേരല്ല കൊച്ച്, അതെടുത്ത് which the child was sitting, ഇരിക്കുന്ന കൊച്ചിനെ എടുത്തിട്ട് which the child picked, അവിടെ എവിടെ കിടത്തി, ആ കുട്ടി ചാരുകസേരയിൽ ഇരിക്കുന്ന അതിനെ പതുക്കെ എടുത്ത് ആ കുട്ടിയെ കൊണ്ട് മേശപ്പുറത്ത് കിടത്തി, അല്ലേ? അപ്പൊ ഇങ്ങനെ മേശപ്പുറത്ത് കിടത്തുമ്പോ എന്തുണ്ടാവും, the child who had stung on her precious cylinder, കുട്ടി പെട്ടെന്ന് ചാടിന്. കുട്ടി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, അല്ലെ? കുട്ടീനെ അങ്ങോട്ട് പൊക്കിയപ്പ എന്തുണ്ടായി, അവിടെ ഒരു തടസ്സം വന്നു, അല്ലെ? കുട്ടിക്ക് പെട്ടെന്ന് ഈ സിലിണ്ടറിൽ കുട്ടി ഇത് ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ അവിടുന്ന് കുട്ടീനെ പൊക്കുമ്പോ അവിടെ ഒരു തടസ്സം വന്നു. ഈ തടസ്സത്തിനിടെ കുട്ടി എന്ത് ചെയ്തു, കുട്ടിയുടെ കയ്യിൽ നിന്നിരുന്ന സിലിണ്ടർ ഹാഡ് സ്റ്റങ് ഓൺ ഹെർ പ്രഷ്യസ് സിലിണ്ടർ, കുട്ടിക്ക് അത് ആ വിലപ്പെട്ട സിലിണ്ടർ ഡ്യൂറിംഗ് ദിസ് ഇന്ററപ്ഷൻ അറ്റ് വൺസ് വെൻ ഹെർ ടാസ്ക് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. കുട്ടി പെട്ടെന്ന് ആ സിലിണ്ടറുകളില് കുത്തി, സിലിണ്ടറുകളൊക്കെ എന്തായി മറിഞ്ഞു പോന്നു. എന്നിട്ട് അതില് കൈ കുത്തിയിട്ട് പെട്ടെന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടില് ആ കുട്ടി വീണ്ടും അതൊക്കെ എടുത്തു വെച്ചു, വീണ്ടും അതിൽ വർക്ക് തുടങ്ങി, അല്ലെ? അപ്പൊ ഒരു മിനിറ്റ് നേരം കുട്ടി എന്ത് ചെയ്തു, പെട്ടെന്ന് ഡിസ്റ്റർബായി. പക്ഷെ കുട്ടി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കുട്ടി ഉണ്ടാക്കി വെച്ചത് മുഴുവനും 3-4 4 5 ഒക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഹോളൊക്കെ റെഡിയാക്കി വെച്ചത് ഈ ടീച്ചർ എടുത്ത് മറിയാം മോണ്ടിസോറി വന്ന് പൊക്കിയപ്പ കൊച്ചിന്റെ കയ്യിൽ അതൊക്കെ അങ്ങോട്ട് നിലത്ത് തട്ടി മറിഞ്ഞു പോന്ന് കുത്തിപ്പോയി, അല്ലെ? എന്നിട്ടും വീണ്ടും കുട്ടി എന്ത് ചെയ്തു, ചൈൽഡ് ഹൂ ഹാഡ് സ്റ്റങ്, വീണ്ടും അത് പോയി കഴിഞ്ഞിട്ട് നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും അതിലോട്ട് കയറി. വീണ്ടും അതില് നമ്മളൊക്കെ ആണെങ്കിലോ
അപ്പൊ തന്നെ എന്താ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല ചീത്തൊക്കെ പറയുമില്ലേ? നമ്മൾ ഒരു വർക്ക് ചെയ്തോണ്ട് ആ കുട്ടി എത്ര നേരം കൊണ്ടായിരിക്കും അത്രയും കാര്യം ചെയ്തത്? ഒരു 4-5 സിലിണ്ടർ കറക്റ്റ് ഹോളിൽ ചെയ്തിട്ടുണ്ടാവും. ആ 4-5 ഹോളുകൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുത്ത് എത്ര ബുദ്ധിമുട്ടി ആ കുട്ടി ചെയ്തത്? പക്ഷെ അതിനപ്പൊ തന്നെ പൊക്കി അതൊക്കെ ആകെ അലങ്കോലമാക്കിപ്പോയി. അപ്പൊ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ആ നേരത്ത് നമ്മൾ ചീത്ത പറയും. പക്ഷെ കുട്ടി അതൊന്നും മൈൻഡ് ചെയ്തില്ല. കുട്ടി എന്ത് ചെയ്തു? ഓടി വന്ന് മേശമൊക്കെ എടുത്തി. ഇപ്പൊ അവിടെ നിന്ന് എണീറ്റ് വന്നു. വീണ്ടും കുട്ടി ആ വർക്ക് ആദ്യവും കൂടിയും പിന്നെയും തുടങ്ങി അല്ലെ? With her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. Maria Montessori മനസ്സിലായി? Maria Montessori പിന്നെയും കുട്ടി ഇങ്ങനെ എന്ത് ചെയ്തു? ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ പിന്നെയും കുട്ടി എന്ത് ചെയ്താ? വീണ്ടും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യണം ആ എക്സസൈസ്. ആ എക്സസൈസ് എന്ന് പറയുന്നത് കുട്ടി ആ സിലിണ്ടർ വെച്ച് നോബിൾ സിലിണ്ടർ വെച്ച് ചെയ്യണ ആ ഒരു കാര്യം പിന്നെ നമ്പർ ഓഫ് ടൈംസ് ഒരുപാട് നേരം ആ കുട്ടി അതിൽ തന്നെ ആ എക്സസൈസിൽ റിപ്പീറ്റ് ചെയ്തു. It was 42 times and yet the child looked pleased that rested after the child did the exercise. കുട്ടിയുടെ എന്താ? ആ മറിയ മോണ്ടിസോറി കുട്ടീനെ എത്ര തവണ അങ്ങനെ നിരീക്ഷിച്ചു. കുട്ടീനെ ഇങ്ങനെ കുട്ടി തന്നെ ചെയ്യണത് മറിയ മോണ്ടിസോറി ഇവിടെ നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയും എണ്ണുകയും ചെയ്തു. അങ്ങനെ എണ്ണി കുട്ടി 42 തവണയാണ് കുട്ടി അത് വീണ്ടും ചെയ്തത്. കുട്ടിയുടെ ഈ ഒരു ഇത് ചെയ്യണം ഓട്ടോമാറ്റിക്. കുട്ടിക്ക് എന്തിങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് പറഞ്ഞിട്ട് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഫോർ മെത്തേഡ്. കുട്ടിയുടെ ഈ ഒരു ജോലി കുട്ടി ഇങ്ങനെ വീണ്ടും ചെയ്യണ ആ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, ആ ഒരു യാന്ത്രികമായ ആ ഒരു രീതി അവളുടെ ഇതിലെത്തി. അവൾക്ക് മനസ്സിലായി ഈ കുട്ടികളുടെ. അങ്ങനെയാണ് അവൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഹർ മെത്തേഡ്, അവളുടെ മെത്തേഡിലോട്ട് അവൾ ഈ കുട്ടികളെ കൊണ്ടുവന്നത്. മനസ്സിലായ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കൊച്ചു മെന്റൽ കോൺസെൻട്രേഷനില് മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഏകാഗ്രതമായിരുന്നു. നമ്മൾ ആ ചുറ്റിലൊന്നും കാണാണ്ട്. അപ്പൊ ആ കുട്ടീനെ ചുറ്റിലൊന്നും കാണാണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ ടീച്ചർ ശല്യപ്പെടുത്താൻ വേണ്ടി മറിയ മോണ്ടിസോറി എന്ത് ചെയ്തു? കുറെ കുട്ടികളെ വിളിച്ച് ചുറ്റും ഒച്ചടിപ്പിച്ചു. എന്നിട്ട് ആ കൊച്ചു കുലുങ്ങിയ ഇല്ല. ലാസ്റ്റ് ടീച്ചർക്ക് തോന്നി ഇവൻ എന്ന് പൊക്കി അവിടുന്ന് മാറ്റിക്കൊണ്ടെന്നറിയുന്നു. അങ്ങനെ അവിടുന്ന് പൊക്കി അവനെ കൊണ്ടുവന്ന് മേശമ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴോ അവന്റെ ആ എണീറ്റ് ഇതില് അവൻ കളിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തട്ടിമറിഞ്ഞ് പോയി. അവൻ ഓടിപ്പോയി വീണ്ടും അതെന്ത് ചെയ്തു? അതിലിരുന്ന് വീണ്ടും ചെയ്തു. അവൻ ചെയ്ത് പകുതി മുക്കാലാവുമ്പത്തിനും വീണ്ടും മറിയ മോണ്ടിസോറി കൊച്ചിനെ പൊക്കിക്കൊണ്ടുവരും, മേശമ്മ കിടത്തു. അവനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ വീണ്ടും അവൻ എന്ത് ചെയ്തു? തട്ടി എത്ര മാറ്റിയാലും അവന് ക്ഷമയുണ്ട്, ക്ഷമയോടുകൂടി. നമ്മളെങ്കിലോ 2 തവണ മാറ്റി 3-ാമത്തെ തവണ നമ്മൾ ഇരിക്കോ? ഇനി നമ്മൾക്ക് ഒരു ഇത്തിരി നേരം ശരിയാവാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് ദേഷ്യം വന്നത്. നമ്മുടെ മക്കളും അങ്ങനെയല്ലേ? പക്ഷെ മറിയ മോണ്ടിസോറി ഈ കുട്ടി വീണ്ടും നോക്കിയിട്ട് ഈ കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുട്ടി എത്ര വട്ടം ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ നോക്കി. ഇപ്പൊ കുട്ടി 42 തവണ കുട്ടി അതില് വീണ്ടും എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ദ ഓട്ടോമാറ്റിക് വർക്ക് ഓഫ് ദ ചിൽഡ്രൻ വാസ് ലേറ്റർ ടു പിക്കപ്പ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹർ മെത്തേഡ്. അങ്ങനെയാണ് കുട്ടിയുടെ ആ ഒരു യാന്ത്രിക ജോലി. കുട്ടി ചെയ്യണ ഒരു യന്ത്രം ചെയ്യണ പോലില്ലേ യാന്ത്രിക ജോലി 42 തവണ തട്ടി മാറ്റിയിട്ടും ആ കുട്ടി പിന്നെയും ഇരിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്? ഒരു യാന്ത്രികമായ ജോലിയാണ് അല്ലെ? ക്ഷമ ഉണ്ട് കുട്ടിക്ക്. നല്ല ഒരു ക്ഷമയോടുകൂടി ആ കുട്ടിയുടെ മനസ്സിലുണ്ട്, ഞാൻ ഇത് തീർത്തിട്ട് ഈ ഹോളിൽ പുള്ളിട്ടിട്ടാ ഞാൻ അവിടെ നിന്ന് എണീക്കുള്ളൂ എന്തുണ്ടായാലും. കുട്ടി അങ്ങനെ ഇരിക്കണേ 3 വയസ്സുള്ള കുട്ടീന്. അപ്പൊ ആ കുട്ടിയുടെ യാന്ത്രിക ജോലി പിന്നീട് അവളുടെ രീതിയിൽ മറിയ മോണ്ടിസോറിയുടെ രീതിയിൽ എന്തായി മാറി? പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡ്. അവളുടെ മെത്തേഡുകളുടെ ആ ഒരു തത്വങ്ങളിൽ ഒന്നായി മാറി അവളുടെ മെത്തേഡ്, അവളുടെ രീതി അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി. അതാണ് മെന്റൽ കോൺസെൻട്രേഷനിൽ ഇതിൽ ഉള്ളടക്കം പറയണം. ഇതിലെ കാര്യങ്ങൾ അത്രയാണ് പറയണത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി? അപ്പൊ ഇതിന് നിങ്ങൾ ഇത് കാണാണ്ട് ഇതിന്ന് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മറിയ മോണ്ടിസോറിയുടെ ഓക്കെ അൺമ്യൂട്ട്. ഓക്കെ സോറി കേട്ടാ, ഞാൻ അൺമ്യൂട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഇതാണ് മറിയ മോണ്ടിസോറിയുടെ മെന്റൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഇത് നിങ്ങൾ ഇതിനുള്ളിൽ ഇതിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഇതിലൊന്നും പഠിക്കാനില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കംപ്ലീറ്റ് ചെയ്യാൻ 13 ആഴ്ചകൾ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ.
നിങ്ങൾ ഒരു 3-2 മാസത്തിനുള്ളിലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്തോ. കാരണം എന്താ, നിങ്ങൾക്ക് ഇനി വർക്ക് വരും. ഞാൻ തന്നെ വർക്ക് കൂടാതെ വേറെ ടീച്ചേഴ്സ് തരും ഇല്ലേ. അപ്പൊ നിങ്ങൾ വർക്ക് എത്രയും വേഗം തീർന്നത് അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ അത്രയും ഭാരം കുറഞ്ഞില്ലേ. പിന്നെയും നമ്മൾ ഇത് വർക്ക് വീണ്ടും പെൻഡിങ് ആവുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ആർക്കാ? നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഉണ്ട്. നിങ്ങളുടെ ഈ കോഴ്സ് തീരണതിന്റെ തലേന്ന് സബ്മിറ്റ് ചെയ്താലും മതി. പക്ഷെ അപ്പൊ നമ്മൾ ഇത് വിട്ടുപോകും, നമ്മുടെ ടച്ചും വിടും ഇല്ലേ. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനായി തയ്യാറെടുക്കാം, റെഡിയാക്കി വെക്കാം, ഒന്ന് ഓർത്ത് വെക്കാം. ഇപ്പൊ തന്നെ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ നല്ല ഒരു ഈ വീക്കിനുള്ളിൽ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരു കോൺസെൻട്രേഷൻ, നമുക്ക് ഇതിന് ബൈഹാർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടേതായ രീതിയിൽ വേണം എഴുതാൻ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അതിന്റെ ഇതുണ്ടായാൽ മതി, കണ്ടന്റ് ഉണ്ടായാൽ മതി. എന്താ നിങ്ങൾ മനസ്സിലാക്കിയതുള്ള കണ്ടന്റ് ഉണ്ടായാൽ മതി. കൂടുതൽ തിയറി ആണോ ഈ പാരഗ്രാഫിലുള്ളത്? ഓക്കെ, ഇതില് കുട്ടിയുടെ കോൺസെൻട്രേഷന് കാര്യം മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ വേറെ ഒന്നും പഠിക്കാനില്ല. ആ കുട്ടീനെ മറിയാം മോണ്ടിസോറിയുടെ മെത്തേഡ്, മറിയാം മോണ്ടിസോറി എന്തുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി ഈ കുട്ടികളിൽ മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്തേന്നാ ചോദിച്ചത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവേണ്ട പോയിന്റ്. ഇപ്പൊ ഇതിൽ ഫസ്റ്റ് എന്താ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മറിയാം മോണ്ടിസോറിയുടെ കുറിച്ച് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ ഇൻട്രഡക്ഷൻ ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിക്കും. മറിയാം മോണ്ടിസോറി ജനിച്ചത് എഴുതണം, ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതണ്ടേ. മറിയാം മോണ്ടിസോറി ജനിച്ചത് എഴുതാം, കൊല്ലെഴുതാം, അതിന്റെ കാര്യങ്ങൾ എഴുതാം. നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ഒരു കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും, അതാണ് എഴുതേണ്ടത്. ഓക്കെ, കുഞ്ഞിതാക്കിയൊന്നും എഴുതേണ്ടത്, അത്യാവശ്യം വലിപ്പത്തിൽ എഴുതിക്കോ. ഇപ്പൊ ഈ ഒരു മറിയാം മോണ്ടിസോറിനെ കുറിച്ച് തന്നെ ഇൻട്രഡക്ഷൻ എഴുതുമ്പോ തന്നെ നമുക്ക് 1 പേജ് 3/4 പേജ് ആയി ഇല്ലേ. ഇതിലുണ്ടല്ല കുറെ എണ്ണം. ഇത് തന്നെയെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ കോപ്പി ചെയ്യാനല്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിൽ നിന്ന് എഴുതിക്കോ. പിന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപാട് പോയിന്റ്സ് കിട്ടും, സിമ്പിൾ ആയ പോയിന്റ്സ് കിട്ടും. ഓക്കെ, 2 പേജ് ഞാൻ പറഞ്ഞത്, 4 സൈഡ് മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതിന്. നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ ഓഫ്ലൈൻ ആയിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ, നോക്കി A4 ഷീറ്റിൽ എഴുതിയാ പോരെ. ഓക്കെ, എന്നാ താങ്ക് യു ട്ടാ. അപ്പൊ എന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഷിബില, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇങ്ങനെ എടുത്താൽ മതിയല്ലേ, കുഴപ്പമില്ലല്ലോ. മറ്റേത് എടുക്കണത് നമ്മുടെ തീരെയില്ല. ഇപ്പൊ നമ്മൾ ഒരു പേജോളൊക്കെ തീർന്നു. ഇങ്ങനെ എടുക്കണതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം, അപ്പൊ ഇങ്ങനെ എടുത്താൽ മതിയാ. മറ്റേത് എടുക്കുമ്പോ ഓരോന്നിന്റെ അർത്ഥം ചകയുമ്പോ എനിക്കും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ബുദ്ധിമുട്ട്. ഇതാവുമ്പോ നമ്മളെ ഉള്ള ആ ഒരു തീം പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു അഭിപ്രായം കേൾക്കുമ്പോ അടിപൊളി. ഓക്കെ, എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം.